ഡിയർ ഓൾ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് സെമസ്റ്റർ കുട്ടികളുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ടെക്സ്റ്റാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പഠിക്കാൻ 5 മൊഡ്യൂളായിട്ടാണ് മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 5 മൊഡ്യൂളാണെങ്കിലും അതിനകത്ത് യൂണിറ്റ്സ് വരുന്നുണ്ട്. ഒരു മൊഡ്യൂളിൽ 2-3 യൂണിറ്റ്സ് ഒക്കെ വെച്ച് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻഫോർമാറ്റിക്സ് ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ മെറ്റീരിയൽ വരുന്ന ഒരു സബ്ജക്റ്റാണ് ഇത്. അപ്പോൾ നമ്മുടെ എക്സാം എഴുതുമ്പോഴത്തേക്ക് അത്രത്തോളം നമുക്ക് പേപ്പറും മെറ്റീരിയൽ കൂടുതലുണ്ടായിരിക്കണം നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂൾ വന്നിട്ട് നേച്ചർ, സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഷുവർ ഒരു എസ്സേ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. 15 മാർക്കിന് എസ്സേ ചോദിക്കാം. പിന്നെ അതുപോലെ അതിനകത്ത് എന്താ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, എന്താണ് അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ പോസ്റ്റ് കർവ് വ്യൂ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനകത്ത്. അതൊക്കെ നിങ്ങൾക്ക് 2 മാർക്സും അതുപോലെ 4 മാർക്സും ചോദിക്കും. എസ്സേ ഷുവറാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പാഠം നല്ല രീതിയിൽ പഠിക്കുമ്പോഴത്തേക്കും ഒരു 20 മാർക്കോളം സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ്. അപ്പോൾ അത് എഴുതും മുമ്പായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എഴുതണം. പൊതുഭരണം എന്ന് നിങ്ങൾ ആദ്യമേ ഓർത്തോണം. പൊതുഭരണം. അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇസ് ദ മാനേജ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ഗവൺമെൻറ് അറ്റ് ആൾ ലെവൽസ്, നാഷണൽ, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ലെവലിലുള്ള എന്താണ് അഡ്മിനിസ്ട്രേഷനാണ്. മാനേജ്മെൻറ്റ് പരമായിട്ടുള്ള എല്ലാ അഫയേഴ്സും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ്റെ ഭരണപരമായ മേഖലയിലെ ഒരു മെയിനായിട്ടൊരു ബ്രാഞ്ചാണ് ഈ പറയുന്ന പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന നമുക്കറിയാം വുഡ്രോ വിൽസൺസ് ആർട്ടിക്കിൾ ദ സ്റ്റഡി ഓഫ് അഡ്മിനിസ്ട്രേഷൻ പബ്ലിഷ്ഡ് ഇൻ 1887 വിച്ച് ഈസ് കൺസിഡേർഡ് ആസ് ദ ബിഗിനിങ് ഓഫ് ഡിസിപ്ലിൻ ആസ് എ സബ്ജക്റ്റ് ഓഫ് സ്റ്റഡി. അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒരു സബ്ജക്റ്റ് ഓഫ് സ്റ്റഡി, അക്കാദമിക് സ്റ്റഡി ആയിട്ട് വന്നത് എന്താണ് നമ്മുടെ വുഡ്രോ വിൽസൻ്റെ ഒരു ആർട്ടിക്കിൾ ദ സ്റ്റഡി ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് പബ്ലിഷ് ചെയ്തപ്പോൾ മുതലാണ്. ദെൻ നമ്മൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്തു കഴിഞ്ഞാലും അതിലെന്തുണ്ടാവും, ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ പാഠം പഠിക്കുമ്പോൾ നിങ്ങളുടെ 5ാമത്തെ മൊഡ്യൂളിലെ ഒരു 7ാമത്തെ യൂണിറ്റ് കിടപ്പുണ്ട്, പബ്ലിക് പോളിസി. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചിട്ട് നിങ്ങൾ ഇതുമായിട്ട് ഇൻ്റർലിങ്ക് ചെയ്ത് വരുന്നൊരു മൊഡ്യൂളാണ് അത്. അപ്പോൾ അതുകൂടെ നിങ്ങൾ നോക്കണം. അപ്പോൾ അടുത്ത അഡ്മിനിസ്ട്രേഷൻ, നമ്മുടെ എസ്സേയുടെ ആദ്യമായിട്ട് നമ്മൾ എഴുതുന്നത് എന്താണ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് നമ്മൾ എഴുതണം. ഒരു 4-5 വരി ഇൻട്രൊഡക്ഷൻ എഴുതിയ ശേഷം. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഒരു നൗൺ ഫോമായിട്ടാണ് നമ്മൾ പറയുന്നത്. ലാറ്റിൻ വേർഡ്സ് ആയിട്ടുള്ള അഡ് പ്ലസ് മിനിസ്റ്റർ എന്നുള്ള വേർഡിൽ നിന്നാണ് വന്നത്. അതായത് ടു സെർവ്, സിമ്പിൾ വേർഡ്സ് ഈ പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് അല്ലെങ്കിൽ ലുക്കിംഗ് ആഫ്റ്റർ ദ പീപ്പിൾ, എന്താണ് ആളുകളെ ലുക്ക് ആഫ്റ്റർ ചെയ്യുക, നോക്കുക എന്നുള്ളതേ ഉള്ളൂ. ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റൈറ്ററാണ്, തിങ്കറാണ് LD വൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ എന്താണ്, ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ 2 മാർക്സ് ആണ്. ഡിറക്ഷൻ, കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് മെനി പേഴ്സൺസ് ടു അച്ചീവ് സം പർപ്പസ് ഓർ ഒബ്ജക്റ്റീവ്. ആ ഒരു ഡെഫിനിഷൻ എഴുതിക്കൊള്ളണം. കോമൺ പർപ്പസിന് അല്ലെങ്കിൽ കോമൺ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിറക്ഷനും കോർഡിനേഷനും കൺട്രോളുമാണ് വരുന്നത്. എന്താണ്, മെനി പേഴ്സൺസിൻ്റെ. ദെൻ നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എത്തുമ്പോഴത്തേക്കും നമുക്കതിനെ എന്തായിട്ട് പറയാം, 2 രീതിയിൽ അതിനെ നമുക്ക് 2 രീതിയിലുള്ള യൂസേജാണ് നമ്മളവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി, അല്ലേ, ഒരു ആക്ടിവിറ്റിയാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ റെഫർ ടു എ ഡിസിപ്ലിൻ. ഒരു പ്രാക്ടിക്കലായിട്ടും അതുപോലെ തന്നെ പഠന വിഷയമായിട്ടും ഡിസിപ്ലിനായിട്ട് സബ്ജക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പറയാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഇൻ്റലക്ച്വൽ എൻക്വയറി ഓഫ് സ്റ്റഡി എന്ന് പറയാം. അതുപോലെ തന്നെ മെയിൻറ്റെയിനിങ് ലോ ആൻഡ് ഓർഡർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഇതെല്ലാം അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഡെഫിനിഷനായിട്ട് നമുക്ക് എഴുതാം. ദെൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നമ്മുടെ വുഡ്രോ വിൽസൺ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് സിസ്റ്റമാറ്റിക് എക്സിക്യൂഷൻ ഓഫ് ലോ എന്നാണ്. ഓക്കെ, സിസ്റ്റമാറ്റിക് എക്സിക്യൂഷൻ ഓഫ് ലോ. എവരി പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഓഫ് ലോ ഈസ് ആൻ ആക്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഏതൊരു എന്താണ് ലോയെ നമ്മൾ നടപ്പിലാക്കുന്നതും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ അണ്ടറിൽ വരുന്നതെന്നാണ് പറയുന്നത്. ദെൻ ഗ്ലാഡൻ, EN ഗ്ലാഡൻ്റെ ഒരു ഒബ്സർവേഷൻ വെച്ചിട്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് കൺസേൺ വിത്ത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഗവൺമെൻറ്റിൻ്റെ ഭരണമാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇൻട്രൊഡക്ഷനായിട്ടും നിങ്ങളുടെ ഡെഫിനിഷനായിട്ടും എഴുതുന്ന കാര്യമാണ് ഇതിൽ വരുന്നത്. പിന്നെ നമ്മുടെ എസ്സേയിൽ അടുത്ത് നിങ്ങൾ ഉൾപ്പെടുത്താനുള്ളത് നേച്ചർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു രീതി, സ്വഭാവമാണ്. അപ്പോൾ അതിൽ നമ്മുടെ 2 വ്യൂസ് ആയിട്ടാണ് പറയുന്നത്. ഇൻ്റഗ്രൽ വ്യൂ ആയിട്ടും മാനേജീരിയൽ വ്യൂ ആയിട്ടുമാണ് പറയുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ വ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ്, അക്കോർഡിംഗ് ടു ദിസ് വ്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ സം ടോട്ടൽ ഓഫ് ആൾ ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ഇൻ ദ പെർസ്യൂട്ട് ഓഫ് ആൻഡ് ഫുൾഫിൽമെൻറ്റ് ഓഫ് പബ്ലിക് പോളിസി.
അപ്പോൾ ഒരു പബ്ലിക് പോളിസി, ഒരു പൊതുനയം നടപ്പിലാക്കുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചേർന്ന് വരുന്ന അല്ലെങ്കിൽ എല്ലാ ആക്ടിവിറ്റീസും ചേർന്ന് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ഇൻ്റഗ്രൽ വ്യൂവിനകത്ത് പറയുന്നത്. അതുപോലെ ഇതിലാണെങ്കിൽ എന്താണ്, ദീസ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് നോട്ട് ഓൺലി മാനേജീരിയൽ ആൻഡ് ടെക്നിക്കൽ ബട്ട് ആൾസോ മാനുവൽ ഓർ ഒഫീഷ്യൽ. ഓക്കെ, അപ്പോൾ ഇതിന് മാനേജീരിയലായിട്ടോ ടെക്നിക്കലായിട്ടോ ഉള്ള കാര്യങ്ങൾ മാത്രമല്ല, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ എല്ലാം വരും അല്ലേ. മാനുവലായിട്ടുള്ള കാര്യങ്ങളും ഓഫീസ് വർക്കും എല്ലാ റോളും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ ദ ആക്ടിവിറ്റീസ് ഓഫ് ആൾ പേഴ്സൺസ് ഫ്രം ടോപ്പ് ടു ബോട്ടം കോൺസ്റ്റിറ്റ്യൂട്ട് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഒരു ഭരണം എന്ന് പറയുമ്പോൾ എന്താണ്, ഹയർ ടു ലോവർ എല്ലാ ആളുകളും ചേർന്നിട്ടുള്ളതിനെയാണ് നമ്മൾ ഈ ഭരണം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് വ്യൂ, അതായത് ഇൻ്റഗ്രൽ വ്യൂ. അവിഭാജ്യം എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ, അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള, ഒഴിവാക്കാൻ പറ്റാത്തത്. ദെൻ അടുത്തൊരു വ്യൂ ആണ് നമ്മുടെ മാനേജീരിയൽ വ്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ വ്യൂ അനുസരിച്ച് എന്താ പറയുന്നത്, those persons who have engaged in the performance of managerial functions. അപ്പോൾ ഇതിൽ മാനേജീരിയൽ ഫങ്ഷൻസിനാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മുടെ ആദ്യത്തിൽ അതല്ല, ഇവിടെ വരുമ്പോഴത്തേക്ക് അവിടെ മാനുവലായിട്ടും ടെക്നിക്കലായിട്ടും എല്ലാം പറയുന്നുണ്ട്. ഇവിടെ പറയുമ്പോഴത്തേക്ക് മാനേജീരിയൽ ആയിട്ടുള്ള ഫങ്ഷൻസിനും എന്താണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നു. അതായത് നമ്മുടെ പ്ലാനിങ്, അതുപോലെ പ്രോഗ്രാമിംഗ് ആൻഡ് ഓർഗനൈസിങ് ദ ആക്ടിവിറ്റീസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ അല്ലേ. പ്ലാനിങ്ങും പ്രോഗ്രാമിങ്ങും ഓർഗനൈസിങ്ങും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഇതിനകത്ത് വരുന്നത്. ഇനി നമ്മുടെ എസ്സേയുടെ മൂന്നാമത്തെ എന്താണ് കണ്ടൻറ്റ് വന്നിട്ട് സ്കോപ്പാണ് നമ്മൾ ഉൾപ്പെടുത്താനുള്ളത്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ സ്കോപ്പ്, വ്യാപ്തി എങ്ങനെയെന്നുള്ളതാണ്. അപ്പോൾ നമുക്കതിനെ 2 വ്യൂ പോയിൻറ്റ്സ് പറയാം. ബോർഡർ സെൻസ് ആയിട്ടും പറയാം, അതുപോലെ നാരോ സെൻസ് ആയിട്ടും പറയാം. ഓക്കെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് കോംപ്ലക്സ് ആയിട്ടുള്ള എന്താണ് തിങ്കിങ് ആണ് അതിൽ വരുന്നത്. ഗവൺമെൻറ്റിൻ്റെ നമുക്ക് 3 ബ്രാഞ്ചസ് ഉണ്ടല്ലോ, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി. അപ്പോൾ അതിലെല്ലാം വരുന്ന ഭരണം എന്തിൽ നമുക്ക് പെടുത്താം, ഈ പറയുന്ന പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണത്തിൽ പെടുത്താം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അതുപോലെ തന്നെ ഇവർ ഫങ്ഷൻ ചെയ്യുന്നത് തന്നെ എന്താണ്, പബ്ലിക് വെൽഫെയർ, പൊതുജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ദെൻ നമ്മളതിൻ്റെ വ്യൂസ് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അതിൻ്റെ സ്കോപ്പ്, വ്യാപ്തി നമ്മൾ പറയുമ്പോഴത്തേക്കും നമ്മളതിനെ 2 ഹെഡിങ്സ് ആയിട്ട് നമുക്ക് പെടുത്താം. ഒന്ന് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആസ് എ സ്റ്റേറ്റ് ആക്ടിവിറ്റി എന്നുള്ളതും, അത് നിങ്ങൾ ഹെഡിങ് തിരിച്ചെഴുതണം എക്സാമിന്. പിന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആസ് എ ഡിസിപ്ലിൻ എന്നുള്ളതും. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ആക്ടിവിറ്റി പറയുമ്പോഴത്തേക്കും, അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇൻ എ കൺട്രി നോർമലി കറസ്പോണ്ട് ടു ദ സ്റ്റേറ്റ് ആക്ടിവിറ്റി. നിങ്ങളുടെ 10th പേജ് നമ്പർ 10 ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ഇറ്റ്സ് ജുറിസ്ഡിക്ഷൻ എൻഡോർഡ് ആൻഡ് എൻട്രസ്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് വെൽഫെയർ ഫിലോസഫി. അപ്പോൾ ഇവിടെ എന്താണ് അധികാരം നടത്തുന്നതും കയ്യേറുന്നതും എല്ലാം എന്തിനു വേണ്ടിയിട്ടായിരിക്കും, കൈയാളുന്നതെല്ലാം വെൽഫെയർ ആണ്, ക്ഷേമമായിരിക്കും ഇവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ സെൻസിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ ആക്ഷനും ഇൻട്രാക്ഷനും ഒക്കെയാണ് ബേസിക്കലി ഇവിടെ വരുന്നത് അല്ലേ. ആളുകളുടെ ലൈഫ്, പബ്ലിക് ലൈഫ് റെഗുലേറ്റ് ചെയ്യുന്ന, അവരുടെ ആക്ടിവിറ്റീസ് റെഗുലേറ്റ് ചെയ്യുന്നത്, അതുപോലെ എക്സ്റ്റെൻഡിങ് വെൽഫെയർ, അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ പബ്ലിക് പോളിസി, നമ്മളത് മോഡേൺ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആംബിറ്റ് പബ്ലിക് പോളിസി, അതായത് പബ്ലിക് പോളിസി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ. നയങ്ങൾ രൂപപ്പെടുത്താനും ജനങ്ങളെ ക്ഷേമത്തിലോട്ട് കൊണ്ടുവരുന്നത് തന്നെയാണ് അഡ്മിനിസ്ട്രേഷൻ. ദെൻ അപ്പോൾ നമ്മുടെ FM മാർക്സിൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കവർ ചെയ്യുന്നത് പ്രൈമർലി ദ ഓർഗനൈസേഷൻ, പേഴ്സണൽ പ്രാക്ടീസസ് ആൻഡ് പ്രൊസീജിയേഴ്സ് essential for effective performance of the civilian functions entrusted to the executive branch of the government. അതാണ് നമ്മൾ പഠിക്കാൻ ശ്രദ്ധിച്ചോണം. ഓക്കെ, അപ്പം എല്ലാ എഫേർട്ടും എല്ലാ പെർഫോമൻസും എന്താണ് സിവിലിയന് വേണ്ടിയിട്ട് ഇവർ എടുക്കുന്നത്, എന്താണ് ഗവൺമെൻറ് എടുക്കുന്നത്, ഈ 3 ബ്രാഞ്ചും എടുക്കുന്നത് അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് തന്നെയായിരിക്കും എന്നുള്ളതാണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് നമ്മളെ സംബന്ധിച്ചിടത്ത് നമുക്ക് കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന നമ്മുടെ ഗവൺമെൻറ് നമുക്ക് നടത്തി തരുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ സ്റ്റേറ്റ് ആക്ടിവിറ്റിയുടെ കീഴിൽ വരുന്നതാണ്. ഓക്കെ,
അപ്പോൾ നമുക്ക് നടത്തുന്ന അത് നമ്മൾ ആ പോയിന്റ് പഠിക്കുമ്പം പ്രാക്ടിക്കലായിട്ട് നമുക്ക് കിട്ടുന്ന എന്താണ് ബെനിഫിറ്റ്സ് അല്ലേ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫേവർ, ഹെൽപ്സ്, അതൊക്കെ നമുക്ക് എഴുതാം. പ്രോഗ്രാംസ്, പോളിസീസ് അല്ലേ, പെൻഷൻ കൊടുക്കുന്നത് നമുക്ക് ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ എന്താണ് ഫുഡ് പ്രോഗ്രാംസ്, അതുപോലെയുള്ള എന്താണ് വെൽഫെയർ പരമായിട്ട് ഓരോ ജനങ്ങൾ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് മുതൽ തുടങ്ങി അവരുടെ മരണാനന്തരം കിട്ടുന്ന എന്താണ് ക്യാഷായിട്ടായാലും അല്ലാതെയുള്ള സർവീസ് ആയാലും സർട്ടിഫിക്കറ്റ്സ്, ഈവൻ സർട്ടിഫിക്കറ്റ്സ് വരെ ഈ പറയുന്ന പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ നമുക്ക് പെടുത്താം. ഓക്കെ, യു ക്യാൻ റൈറ്റ് വെൽ. ഓക്കെ, ദെൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആസ് എ ഡിസിപ്ലിൻ എന്നുള്ളതാണ് അടുത്ത് നമ്മൾ പറയുന്നത്. അതായത് നമ്മുടെ ഒരു ഡിസിപ്ലിൻ, ഒരു പഠന വിഷയം എന്നുള്ള രീതിയിൽ. അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് എ സബ്ജക്റ്റ് ഓഫ് സ്റ്റഡി ആൻഡ് എവരി ഇഷ്യൂ, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പ്രോസസ് വിച്ച് ഈസ് കൺസേൺ വിത്ത് പീപ്പിൾസ് അഫെയേഴ്സ് വിച്ച് റിക്വയർസ് ഗവൺമെൻറ് in order to have an order in society under its domain. അപ്പോൾ സൊസൈറ്റിയിൽ എന്താണ് ഇഷ്യൂസിനെ കുറിച്ച് പഠിക്കുന്നു അല്ലെ, ഇവിടെ എല്ലാം എന്താണ് നമ്മൾ സ്റ്റഡിയിങ് എന്നുള്ള രീതി. മറ്റേ അപ്പുറത്ത് പ്രാക്ടിക്കലാണെങ്കിൽ ഇവിടെ അല്ലാത്തതാണ് അല്ലേ. അപ്പോൾ സൊസൈറ്റി എന്താണ് ഓരോ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സഹായിക്കുന്നതാണ്. സൊസൈറ്റിയിലെ ഡെവലപ്മെൻറ്റിന് അടുത്ത ജനറേഷനെ പ്രാപ്തരാക്കുന്നതാണ് ഈ പറയുന്ന പബ്ലിക് പോളിസി. നമുക്കറിയാം ഡിഗ്രിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഈ പേപ്പറുണ്ട്, അപ്പോൾ നമുക്ക് ഇത് ഈ പോയിന്റ് പെടുത്താവുന്നതാണ് അല്ലേ. കുട്ടിയൊക്കെ പഠിക്കാനുള്ളത് ഈ പറയുന്ന ഡിസിപ്ലിനാണ്. ഓക്കെ, അപ്പോൾ ഇത് വെറുതെ ഒരു ടെക്സ്റ്റായിട്ട് പഠിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മളിതിനെയൊക്കെ ഇപ്പുറത്തുള്ള സ്റ്റേറ്റ് ആക്ടിവിറ്റി പോലെ നമ്മൾ ആപ്ലിക്കബിൾ ആക്കാൻ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് എന്നുള്ള രീതിയാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നെല്ലാം ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു വ്യൂ പറയാം, പോസ്റ്റ് കർവ് വ്യൂ. അപ്പോൾ അത് നിങ്ങൾക്ക് 5 മാർക്സിന് സെപ്പറേറ്റ് ചോദിക്കും. എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ, അതായത് അതിൻ്റെ ഫുൾ ഫോം എഴുതാൻ 2 മാർക്സ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, 1 മാർക്ക് ഓർ 2 മാർക്സ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതിന് നിങ്ങൾക്ക് ചോദിക്കും. അപ്പോൾ പോസ്റ്റ് കർവ് നിങ്ങൾ എഴുതുമ്പോഴത്തേക്ക് താഴെ ആ സ്പെല്ലിംഗ് താഴെ POSDR പിന്നെ CO ഒരുമിച്ച് വരുന്നത് കേട്ടോ, പിന്നെ RV അത്ര എഴുതിയിട്ട് ഓരോന്നിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കണം. വിനോ P4 എന്താണ് പ്ലാനിങ് എന്നുള്ളതാണ് അതിനകത്ത് വരുന്നത്. ഒരു പേർപ്പസിന് വേണ്ടിയിട്ട്, എന്തെങ്കിലും ഒരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്. പിന്നെ അടുത്ത് ഓർഗനൈസേഷൻ, നിങ്ങളുടെ പേജ് നമ്പർ 12 ആണ് അതിലുള്ള കാര്യങ്ങൾ. ദെൻ ഓർഗനൈസേഷനാണ് ദെൻ S ഫോർ സ്റ്റാഫിങ് അല്ലേ, ആവശ്യമുള്ള സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുക. മറ്റേത് ഓർഗനൈസേഷൻ പറയുമ്പോൾ സ്ട്രക്ചർ ഓഫ് അതോറിറ്റിയാണ്. ഇവിടെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതും ട്രെയിനിങ് ചെയ്യുന്നതുമാണ്. ഡിറക്റ്റ് ചെയ്യുക അല്ലേ, അതായത് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. പിന്നെ കോർഡിനേറ്റ് ചെയ്യുന്നത്, കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്, ഇൻ്റർ റിലേറ്റിംഗ് ആയിട്ടുള്ള വർക്ക്സ്, ഡിവിഷൻസ്, സെക്ഷൻസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ റിപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഫോമിങ് ദ സുപ്പീരിയേഴ്സ് അല്ലേ, കാര്യങ്ങളെല്ലാം സുപ്പീരിയേഴ്സിനെ അറിയിക്കുന്നത്. ഓക്കെ, ദെൻ ബഡ്ജറ്റിംഗ്, അതായത് ഫിസിക്കൽ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്, അക്കൗണ്ടിങ് അല്ലേ, ഫിനാൻഷ്യലായിട്ടുള്ളതും അത്തരത്തിലുള്ള ഡീലിങ്സ് എല്ലാം വരുന്നതാണ് പോസ്റ്റ് കർവ് വ്യൂ. അപ്പം ഇത്രയുമാണ് നമുക്ക് എന്തിൽ പെടുത്താൻ പറ്റുന്നത് പോസ്റ്റ് കർവ് വ്യൂവിനകത്ത്, അല്ലെങ്കിൽ നമ്മുടെ എസ്സേയുടെ സ്കോപ്പ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനകത്ത് നിർത്താൻ പറ്റുന്നത്.